മക്കൾ സന്തോഷത്തോടെയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത്. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഇത് എവിടെ ഇരുന്ന് എല്ലാവരും ആരെല്ലാം എവിടെ നിന്ന് ധ്യാനം കൂടിയാലും ആ സമയത്തെല്ലാം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയും. കാര്യം ഇവിടെ ആൾത്താറ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് തന്നെ ആത്മാവിൽ വ്യാഖ്യാനിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈശോ? അതായത് നമുക്ക് വാഗ്ദാനം ലഭിക്കുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കാര്യമാണ്. വിശ്വാസമുള്ളവർക്ക് റോമാ 4:16 അനുസരിച്ചുകൊണ്ട് വാഗ്ദാനം കിട്ടാം. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുക എന്ന് വെച്ചാൽ ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലിക്കൊരു ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലി കിട്ടണ്ടേ? ജോലി കിട്ടി നമ്മളവിടെ താമസിച്ച് ശമ്പളം കൈ കിട്ടണ്ടേ? ഇത് വേറെ വിഷയമാണ്. ഒരു ഓഫർ കിട്ടണതും ആ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നതും വേറെ വിഷയമാണ്. രണ്ട് വിഷയമാണ്. അതുതന്നെയാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാഗ്ദാനം കിട്ടും. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? 3-4 കാര്യങ്ങൾ വേണം. ഒന്ന്, സ്നേഹം വേണം. പിന്നെന്താണ്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെയുള്ള സ്നേഹം, കർത്താവിൻ്റെ മനസ്സിൽ കാലതാമസം എന്തുമാത്രം ഉണ്ട്. ആ കാലതാമസത്തിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവ് നിർവഹിക്കും. അതായത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ഒരു കാരണവശാലും ഒരു ഫ്യൂട്ടൈലായിട്ടുള്ള ഒരു കാലവിളംബം ഒരിക്കലും ദൈവഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അതായത് ഒരു പ്രയോജനമില്ലാത്ത ഫലരഹിതമായ ഒരു കാലദൈർഘ്യം ഉണ്ടാകത്തില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയണത് ഈ കാലദൈർഘ്യം നമ്മൾ ഈ ഭൗതിക ഫലത്തെ മാത്രം കണ്ണുനട്ടിരിക്കുമ്പോഴാണ് കാലദൈർഘ്യം, ദൈവം വരുത്തുന്ന കാലദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ അന്ധന്മാരായി പോകുന്നത്. കർത്താവ് അന്ധന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധന്മാർ, കാഴ്ച ഉള്ളവർ അന്ധന്മാരായി പോകും. അന്ധന്മാർക്ക് കാഴ്ച ഉണ്ടാകും. ക്രിസ്തു ഒരു മനുഷ്യൻ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രതി ചില ആൾക്കാർ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഒന്നും കാണുന്നില്ല, അന്ധന്മാരായി മാറും. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കാൻ പറ്റും. എന്താ കാര്യം? ദൈവം ഒരു കാര്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അവർ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനമായി. ജ്ഞാനം, അതായത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? അറിവ്. എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ചോദിക്കുമ്പോഴേ ആ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ജ്ഞാനം അതെന്താണ്? അത് യേശുക്രിസ്തു 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം. നോഹവ് എന്ന് പറയുന്ന ജ്ഞാനം. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? എന്താണ് താമസിക്കാൻ കാരണം? അല്ല ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അപ്പോൾ ഒരാൾ പറയണേ ആ വണ്ടി ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ബസ് ഇന്ന് അവർ രാവിലെ കണ്ടില്ല, അപ്പോൾ ഇനി വരത്തില്ലായിരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി പോകും. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്ന ഒരു ആധ്യാത്മിക രംഗങ്ങളുണ്ടെങ്കിൽ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതാണ് നോക്കണത്. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്നതാണ് നോക്കണത്. ശരിക്കും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? പലരും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? അതോ ഇനി ദൈവത്തിനല്ലാത്ത മാർഗങ്ങളിലൂടെ വേറെ കിട്ടിയത് നമുക്ക് ജോലി കിട്ടിയാലും മതി, സത്താൻ വർഷിപ്പാനും ശരി, എന്നാ കുന്തമായാലും ശരി, ഇനി ദൈവത്തെ തള്ളിപ്പറയുന്ന വിഷയമായാലും ശരി, നമ്മൾ റെഡിയാണ്, നമുക്ക് ജോലി കിട്ടിയാൽ മതി, അടുത്ത വണ്ടിക്ക് തല വെക്കുക എന്നാണ് നോക്കണത്. അതൊരു വിഷയമാണ്. ലാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിങ്ങളുടെ, അല്ലെങ്കിൽ ലാഗ് ചെയ്യുമ്പോൾ ഒരു വിഷയം ലാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിൻ്റെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 119:75 സ്തുതികട്ടെ സ്തുതികട്ടെ ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ.
കർത്താവേ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണ്. അതായത് ഇത് ഭയങ്കര വചനമല്ലേ ഇത്? അതായത് കർത്താവ് എന്ത് വിധിച്ചാലും അത് ന്യായയുക്തമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിലപാടാണ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെനിക്ക് കിട്ടിയാലും അത് നീതിയാണെന്ന്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എന്താ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സ്. അതാണ് സംഭവം. ഇപ്പം എനിക്ക് മക്കളില്ല. എൻ്റെ ചേട്ടനുണ്ട്, അനിയത്തിക്കുണ്ട്, പെങ്ങൾക്കുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്. എനിക്ക് മാത്രം മക്കളില്ല. അതുകൊണ്ട് എന്താ പറ്റണത്? ഇപ്പം ഞാൻ ദത്തെടുക്കാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി, എൻ്റെ ചേട്ടനൊക്കെ കണ്ണുരുട്ടും. എന്താണ് ഇവിടുത്തെ മക്കൾ പോരാഞ്ഞിട്ടാണ് നീ വേറെ കണ്ടവൻ്റെ മക്കൾ ദത്തെടുക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ മക്കളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അടിച്ച് മാറ്റാമെന്നായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചേട്ടന്മാരും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉടങ്കൊല്ലി ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അനിയന് മക്കളില്ല, ചേട്ടന് മക്കളില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകത്തില്ല. എന്താ കാര്യം? ഈ വീട് വേറെ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പെറ്റും, അവിടെ തന്നെ താമസിക്കും. എന്താ കാര്യം? എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അനിയന് പണ്ടാറക്കാലം ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെ അതായത് കർത്താവിൻ്റെ വചനം നമ്മൾ ദുഷ്ടലാക്കോട് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ചല്ല ജീവിക്കണമെങ്കിലേ. ഇപ്പം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചില സമയത്ത് നമ്മൾക്ക് അധ്വാനിച്ചിട്ട് നമ്മളെ കൊണ്ട് അധ്വാനിക്കുന്നതുകൊണ്ട് ഇപ്പം നിശാന്ത് പറഞ്ഞില്ലേ, എൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല, കർത്താവ് തന്നെ ഇടപെടണം. അതന്നെയല്ലേ അപ്പോസ്തലന്മാർ പറഞ്ഞത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാവുന്നു. അതാണ് സംഭവം. ലൂക്കാ 1:5 എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാം. വായിച്ചേ. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ദാറ്റ്സ് ഓക്കെ. അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടാ? നീ പറഞ്ഞതനുസരിച്ച്. ഇപ്പം നിശാന്ത് എന്ന് പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എന്നെക്കൊണ്ട് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും. അപ്പോഴെന്താണ്? അപ്പോൾ ഇല്ലാത്ത മീന് അവനുണ്ടാക്കി തരും. രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വീഞ്ഞിൻ്റെ കേസല്ല. അതായത് രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇത്. വീഞ്ഞിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്, മീനിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്. പക്ഷേ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി എടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? രണ്ട് ഉടമ്പടി വചനങ്ങളാണ്, രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. രണ്ടും അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടി വചനമാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ലൂക്കാ 5:5 ഉടമ്പടി വചനമാണ്, നീ പറഞ്ഞതനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം എന്ത് സംഭവിച്ചാൽ ഇത് രണ്ട് സംഭവവും തീർന്നു പോയ സംഭവമാണ്. ഒന്ന്, രാത്രി മുഴുവനും വേലയെടുത്തിട്ടും മീനില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മീനെ കടലിൽ ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ഒരു മീനെങ്കിലും ആ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയണം, എടാ ഒരു മീനുണ്ടെന്ന് പറഞ്ഞേനാം. മീനില്ല. എന്താ കാര്യം? ഒരു മീനുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? പണ്ട് ഒരു ടാക്സ് കളക്ടർ യേശുവിൻ്റെ അടുത്ത് വന്ന് അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ കുച്ചു സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഈശോ ചോദിച്ച് വാട്ട് ദ സ്പോക്ക്? അപ്പോൾ പത്രോസ് പറഞ്ഞ്, നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്, കപ്പം നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈശോ ചോദിച്ച്, കൊള്ളാം, നല്ല പരിപാടിയായിപ്പോയി. ശിമയോനെ, ആരാ നികുതി കൊടുക്കുന്നത്? മക്കളാണോ അതോ അടിമകളാണോ? അത് അടിമകളാണ്. പക്ഷേ നീയായിട്ട് അവർ ഉതപ്പുണ്ടാക്കേണ്ട. നീ കടലിൽ പോയി ചൂണ്ടയിടുക, അപ്പോൾ നിനക്കൊരു മീൻ കിട്ടും. അതിൻ്റെ വാ പൊളിച്ച് നോക്കുക, ഒരു സ്ഥാദ്യവും കാണും, ഒരു സ്വർണ്ണ നാണയം. അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു മീൻ കടലിൽ കൂടി ഓടിയാൽ കർത്താവിന് അറിയാൻ പറ്റും. അപ്പം ശിമയോൻ പറയണത്, ശിമയോനേക്കാൾ ഈ വിഷയത്തിൽ കർത്താവാണ് നല്ലത്. ശിമയോൻ 45 കൊല്ലം കടലിൽ പോയ ആളാണ്. ശിമയോൻ പറഞ്ഞത് അനുഭവജ്ഞാനമാണ്. കർത്താവ് അതിനേക്കാളും ഫിഷ് ഫൈൻഡറുള്ള ആളാണ്.
ഇപ്പോൾ എല്ലാ ബോട്ടിനും വള്ളത്തിലൊക്കെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ. ഞാനും കടലിൽ പോയിട്ടുണ്ട്, ഫിഷ് ഫൈൻഡറുള്ള ബോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ആ ബോട്ട് വെഞ്ചരിക്കുമ്പോൾ അതിന്മേൽ ഫിഷ് ഫൈൻഡർ ഇരിക്കണ കാണുമ്പോൾ അതൊരു റെഡാറാണ്. ആ റെഡാർ ഇരിക്കണ കാണുമ്പോൾ എനിക്കൊരു ദിവസം കൗതുകം തോന്നിയിട്ട് ഞാൻ കൊച്ചി ഹാർബറിൽ നിന്ന് കടലിൽ പടിഞ്ഞോട്ട് പോയി, ബോട്ടിൽ ഈ ബോട്ടിൽ തന്നെ പോയി. അപ്പോൾ എനിക്കറിയേണ്ടത് അയില, ആകോലി, ചമ്പൻ കുഞ്ഞ്, അതുപോലെ തന്നെ ചെമ്മീൻ പുലപ്പുകൾ വരണത് ഈ റെഡാറിൽ കാണാൻ പറ്റുമോ? അപ്പോഴെന്താണ്, ഞാൻ എന്നിട്ട് സ്രാങ്കിൻ്റെ കൂടെ ഫിഷ് ഫൈൻഡർ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ, അയിലേക്ക് ഇപ്പോൾ വരും, നമ്മൾ ടി വി കാണുന്ന പോലെയും അതുപോലെ ജിയോഗ്രഫി ചാനൽ കാണുന്ന പോലെ അയിലേക്ക് ഒരു ആപ്പിട്ട വരാൻ. പക്ഷേ സ്രാങ്ക് ബോട്ടടിക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് പൊടിമീനും കുറച്ച് ആകോലിയും കുറച്ച് അയിലക്കുഞ്ഞും കുറച്ച് എല്ലാം കൂടി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, സ്രാങ്ക് ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടച്ചാ? എന്താ കണ്ടത്? ഒരു അരിത്താവല് പോലെ ഒരു കുറേ കറുത്ത ഷെയ്ഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്രാങ്കിനറിയാം അത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ത് മീനാണെന്ന് പോലും സ്രാങ്ക് പറയും. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് നിഴൽ പോണ പോലെ തോന്നത്തുള്ളൂ, കുഞ്ഞ് അരി ഇങ്ങനെ നീങ്ങണ പോലെ തോന്നത്തുള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ അയാൾക്കറിയാം. ഫിഷ് ഫൈൻഡർ റഡാർ വെച്ച് ഒരു ഉപഗ്രഹം വെച്ചൊക്കെ ആൾക്കാർ ഇപ്പം മീൻ പിടിക്കുന്നുണ്ട്. ഉപഗ്രഹം നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് മീൻ നിൽക്കണത്, എവിടെയാണ് ചൊറക് നിൽക്കണത്, എവിടെയാണ് തിമിംഗലം നിൽക്കണമെന്ന്. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് കർത്താവ് പറഞ്ഞ് എന്താ പറഞ്ഞത്, ഒരു മീൻ നിനക്ക് കിട്ടും. അതിൻ്റെ വായിൽ പോലും കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു സ്ഥാദിയോൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ്, ഒരു സ്വർണ്ണ നാണയം ഇരിപ്പുണ്ടെന്ന്. അതാണ് ഈശോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനോട് എന്താ പറഞ്ഞത്, നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് പറയണത്. കുറേ കാലത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഉടനെ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്, ഉടമ്പടിയാണ്. ജീവിതം ക്രമീകരിക്കണം. എങ്ങനെ? കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. അതിന് ഈ കാലത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എന്താ കാര്യം? ഇത് മരിയൻ ഉടമ്പടിയാണ്. ആർക്കും വീട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാം. പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടി എന്താണ്? മരിയൻ ഉടമ്പടിയാണ്. എന്താണ്? അമ്മ 24 മണിക്കൂറും ഈ നീ എടുത്ത ഉടമ്പടിയുടെ കാവൽക്കാരിയാണ്. അത് നിറവേറണത് വരെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ വിഷയം. അപ്പോൾ നമുക്ക് കോൺക്രീറ്റായിട്ട് അറിയാൻ പറ്റും അമ്മ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. അതും ഇതുപോലുള്ളൊരു കേസ് കെട്ടാണ്. ഒരു അലീന കുമ്പളേക്കാരത്തിയാണ്. അപ്പോൾ അവളുടെ കൊച്ചിന് ഇതുപോലെ അതേ അസുഖം, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട സാക്ഷ്യം, ഡൗൺ സിൻഡ്രോം. അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ആ വിഷയം അറിയണം. അതായത് രസകരമായൊരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം മാസമാണ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയണത് ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറയണത്. അതോടുകൂടി ഇവളുടെ ബോധം പോയി. നിങ്ങൾക്കറിയാമല്ല, ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മ 5-ാം മാസത്തിൽ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറഞ്ഞാൽ, അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ തന്നെ അബോർഷൻ ഭയങ്കര പാടാണ്. 5-ാം മാസത്തിൽ എങ്ങനെ അബോർട്ട് ചെയ്യും? പക്ഷേ ഇവളാണെങ്കിൽ ഒരു അടിച്ചുപോയ റിലേ പോയ ഒരാളായിപ്പോയി ഇത് കേട്ടോടുകൂടി. അപ്പോൾ ഇവളിവിടെ വന്ന് അവളുടെ അമ്മ പറഞ്ഞ് ഇത് കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആളിവിടെ വന്നിരുന്ന് നിലവിളിക്കാനും പറ്റണില്ല, പ്രാർത്ഥിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഈ വയറും വെച്ച് 5-ാം മാസത്തിൽ ഈ ഡൗൺ സിൻഡ്രോമുള്ള വയറും വെച്ച് അവളിവിടെ ഇരിക്കുകയാണ്. അവളുടെ അമ്മായിയമ്മയെ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരാണ് ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവരുടെ ഉടമ്പടിയുടെ ബലമാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഗർഭിണികളെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ദൈവകൃപ തോന്നും എനിക്ക്. അപ്പം അത് ഇപ്പോഴല്ലേ, പണ്ടിവിടെ ഗർഭിണികൾക്ക് മാത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദമ്പതി കൂട്ടായ്മയ്ക്ക് ഗർഭിണികൾക്ക് മാത്രം വരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാര്യം അത് വലിയൊരു ജോലിയാണല്ലോ. ദൈവത്തിന് വേണ്ടി ഒരു മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളെ അക്കാര്യങ്ങളിലും അവരെ കുഞ്ഞിനെ വളർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇപ്പോൾ ചില ആൾക്കാർ ചില സ്ത്രീകളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പ്രസവ വാർഡൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയും, അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച് കിടക്കണം, അവൾ ഓർമ്മക്കുറവ് പറയണമെന്ന് പറയും. അപ്പോൾ പ്രസവ വാർഡിൽ ഞാൻ ചിലപ്പോൾ പോണത് വേറെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടായിരിക്കും പോണത്.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ടിട്ട് വേറെ ആൾക്കാരെ അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച അച്ഛാ ഈ വാർഡിൽ കിടപ്പുണ്ട്, ഓർമ്മക്കുറവ് പറയണമെന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, പട്ടായി പോയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ മനസ്സ്, ശരീരം ലൂസായതുപോലെ മനസ്സും ലൂസാവും. ഇത് വലിയൊരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഗർഭിണികളെയൊക്കെ നമ്മൾ തോണ്ടുകയാണെങ്കിൽ ആ പാട് കാണത്തില്ലേ, അതിൻ്റെ ശരീരം ലൂസാകണം, ഇളമക്കുണ്ടെന്നൊക്കെ അമ്മാമ്മമാർ പറയും. പക്ഷെ അതുപോലെ മനസ്സും ഇളമക്കുള്ളൂ. അതാണ് ഈ ഒരു അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടൊരു വട്ട് പറയണ കാര്യം. അതാണ് 3-4 ദിവസം എടുക്കും. ചില ആൾക്കാർ 10-40 ദിവസം എടുക്കും നേരെ ചൊവ്വേ ബോധം വരാൻ വേണ്ടി. പക്ഷേ ഒരു പ്രയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ ഇരിക്കണം, ഇവിടെ പേടിച്ചിരിക്കുക. കാര്യം അവൾക്ക് കുഞ്ഞിനെ അവൾ കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല. കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എന്ത് പറ്റിയ മോളെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഇവളുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കും. കൈവച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് എൻ്റെ കയ്യിരുന്ന സൈത്ത് അവളുടെ വയറെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വെച്ചും സൈത്ത് അവളുടെ കൈ തേച്ച് കൊടുക്കും, തള്ളവരല്ലേ. അത് ബാത്റൂമിൽ പോയി അവരെ അടിവയറ്റി തേക്കണം, അതാണ് എൻ്റെ രീതി. അപ്പം ഞാൻ ഇത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളോട് പറഞ്ഞ് മോളെ, കർത്താവിന് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ കർത്താവ് നിനക്ക് തരുമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കവളിട്ടടിക്കും. അവൾ പറയുന്നത് ആ സാക്ഷ്യം കിടപ്പുണ്ട്, എലീനയുടെ സാക്ഷ്യം. അതായത് ആ അടിയോടുകൂടി അവൾക്ക് ബോധം വന്നെന്നാണ് പറയണത്. എന്താണ് അവൾ എവിടെ പോയി, എന്താണ് അവൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് സങ്കടം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. അവൾ ബോധം വന്നപ്പോൾ കേൾക്കണത് എന്താണ്? മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. തീർന്ന പ്രശ്നം. മാതാവ് ഈ കുഞ്ഞിനെ ഈ 5-ാം മാസം അബോർട്ട് ചെയ്യണ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്രയും സ്പീഡാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ 2 ഡൗൺ സിൻഡ്രോം കേസാണ്. അപ്പോൾ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനെ. എന്തൊക്കെ പറഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയേണ്ട കൊച്ചായിരുന്നത്, അതിനെ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനില്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കണമെന്ന് പറയണത് എന്താണ്? അത് പറയണത് ഒരു വിശ്വാസത്തിലാണത് പറയണത്. വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല. ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലെ പറയുകയല്ല, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ പോഴം വർത്താനം പറയുകയല്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എന്താ കാര്യം? എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തോട് വിശ്വാസത്തെക്കാളൊരു ബന്ധമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ചരിത്രമുണ്ട്. വിശ്വാസ കാലങ്ങളിലെല്ലാം ഇപ്പം ദൈവം എന്നോടൊന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ രോഗം ഉണ്ടായെന്ന് വിചാരിച്ചോ, ഞാനൊരു സുവിശേഷ എവാഞ്ചലിസ്റ്റാണ് ഞാൻ ബേസിക്കലി. ദൈവം എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണം, ഈ രോഗത്തിന് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സൗഖ്യമല്ലേ വേണ്ട, എനിക്ക് കൃപയാണ് വേണ്ടെന്ന് പറയും. എന്താ കാര്യം? എനിക്ക് കൃപ എന്താണെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ കുറേ നാൾ ചോദിച്ച് ചമ്മിയൊരു കേസ് കിട്ടാണിത്. അപ്പോൾ 1 കൊറിന്തോസിൻ്റെ 12:8 എന്താ പറയണത്? ഞാൻ 3 പ്രാവശ്യം ചോദിച്ചെന്നാണ് പറയണത്. 3 പ്രാവശ്യം ചോദിച്ചു, എന്താണ്? എൻ്റെ ഈ അൾസറെന്ന് എൻ്റെ ഈ വയറിൻ്റെ പുണ്ണൊന്ന് മാറ്റിത്തരാൻ. അപ്പോൾ പൗലോസാണ് പറഞ്ഞ് നിനക്ക് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസിന് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചതെന്ന്. കാരണം കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. സൗഖ്യം നമുക്ക് സൗഖ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ശക്തി കിട്ടിയാൽ മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് വ്യത്യാസം എന്ന് പറയണത്. ഒരു വ്യക്തിയെ ഇവാഞ്ചലിസ്റ്റായിട്ട് ഒരു സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ചില സമയത്ത് ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചില വിഷയം താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവസ്നേഹത്തെ നിറക്കാനും നിങ്ങൾക്ക് വിശ്വസ്തത നിറക്കാനും നിങ്ങൾക്ക് ദൈവത്തെ സ്വന്തമായിട്ട് അനുഭവിക്കാനും അനുഭവിച്ച ദൈവത്തെ കൈമാറാനും വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ.